തന്നെ ഇഡി അറസ്റ്റ് ചെയ്തത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മൊഴി നൽകാത്തതിന്റെ പേരിലെന്ന് ബിനീഷ് കോടിയേരി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരുന്ന സമയത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ ലക്ഷ്യം വച്ചതെന്ന് ബിനീഷ് മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിലാണ് വ്യക്തമാക്കിയത്. പിണറായി വിജയനെതിരെ ഒരു മൊഴി ഒപ്പിട്ട് വാങ്ങുക എന്നതായിരുന്നു ഇഡിയുടെ പ്രധാന അജണ്ട. പിണറായിക്കെതിരെ കോടിയേരി എന്ന രീതിയിൽ മാധ്യമ വാർത്തകൾ ചമയ്ക്കാനും പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനും അവർ പദ്ധതിയിട്ടു. ഈ ആവശ്യങ്ങൾക്ക് വഴങ്ങാതിരുന്നതോടെയാണ് തന്റെ വീട്ടിൽ ദിവസങ്ങളോളം നീണ്ട റെയ്ഡ് നടത്തിയത്. അമ്മയെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി സീൽ വെച്ച വാറന്റുകൾ കാണിക്കുകയും 2 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ രണ്ടാമത്തെ മകളെ പോലും ഉറങ്ങാൻ അനുവദിക്കാതെ ചോദ്യം ചെയ്യുകയും ചെയ്തതുകൊണ്ട് കടുത്ത മാനസിക പീഡനമാണ് ഇഡി ഉദ്യോഗസ്ഥർ അഴിച്ചുവിട്ടതെന്ന് ബിനീഷ് ഓർത്തെടുക്കുന്നു. ജയിലിൽ ആയപ്പോൾ പാർട്ടി എന്തുകൊണ്ട് സഹായിച്ചില്ല? ഇതിന് ഉത്തരമായി ബിനീഷ് പറഞ്ഞത്, കർണാടകയിലെ പരപ്പന അഗ്രഹാര ജയിലിൽ അതീവ ദയനീയമായ സാഹചര്യത്തിലാണ് 1 വർഷത്തോളം കഴിഞ്ഞത്. കോവിഡ് മഹാമാരി രൂക്ഷമായിരുന്നതിനാൽ ആഴ്ചയിൽ 1 മാത്രം ലഭിച്ചിരുന്ന 5 മിനിറ്റ് ഫോൺ കോളിൽ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ ആത്മവിശ്വാസമാണ് പിടിച്ചു നിൽക്കാൻ സഹായിച്ചത്. മാനസികമായി തകർന്ന് ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ച ഭയാനകമായ രാത്രികളിൽ കിടപ്പിലായിട്ടും പോരാടുന്ന സഖാവ് പുഷ്പന്റെ ജീവിതം ഓർക്കാൻ അച്ഛൻ ഉപദേശിച്ചു. ജയിലിലെ കഠിനമായ ദിവസങ്ങളിൽ 82ഓളം പുസ്തകങ്ങൾ വായിക്കാൻ കഴിഞ്ഞത് അച്ഛന്റെ ഈ വഴി തിരിച്ചുവിടൽ കൊണ്ടാണ്. കേസിൽപ്പെട്ടപ്പോൾ തന്നെ സംരക്ഷിക്കാൻ പാർട്ടി വരില്ലെന്നും സ്വന്തം നിലയ്ക്ക് കുറ്റവിമുക്തനാക്കണമെന്നും അച്ഛൻ ആദ്യമേ വ്യക്തമാക്കിയിരുന്നു. അത് പാർട്ടിയുടെ കേഡർ സംവിധാനത്തിന്റെ ശൈലിയാണ്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം പാർട്ടി എന്തുകൊണ്ട് സഹായിച്ചില്ല എന്ന് അച്ഛനോട് പരാതിപ്പെട്ടപ്പോൾ, ഇത്രയും വലിയ പ്രതിസന്ധിയിൽ നിന്നും നീ സ്വയം പുറത്തു വന്നത് ഈ പാർട്ടിയോട് ചേർന്ന് സഞ്ചരിച്ചത് കൊണ്ടാണെന്നായിരുന്നു കോടിയേരിയുടെ മറുപടി. അച്ഛന്റെ വേർപാടിന് ശേഷം പാർട്ടി തിരിഞ്ഞു നോക്കിയില്ല എന്ന് അമ്മ വിനോദിനി പറഞ്ഞതിന്റെ പശ്ചാത്തലം പിന്നീട് പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ബിനീഷ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്തെ AKG സെന്ററിൽ പൊതുദർശനത്തിന് വയ്ക്കാതെ കണ്ണൂരിലേക്ക് കൊണ്ടുപോയത് പാർട്ടിയുടെ കൂട്ടായ തീരുമാനപ്രകാരമാണ്. EK നായനാർ, VS അച്യുതാനന്ദൻ, ചടയം ഗോവിന്ദൻ എന്നിവരുടെ കാര്യത്തിൽ എന്ന പോലെ പാർട്ടിയെടുത്ത തീരുമാനത്തോട് കുടുംബം പൂർണ്ണമായി സഹകരിക്കുകയായിരുന്നു. കുടുംബവുമായി ആലോചിച്ചാണ് തീരുമാനമെടുത്തതെന്ന പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവനയോട് അദ്ദേഹം പൂർണ്ണമായി യോജിക്കുന്നു. കേസിൽപ്പെട്ടപ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ടു എന്ന വാർത്തകൾ ബിനീഷ് നിഷേധിച്ചു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ED റെയ്ഡ് നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ തന്റെ പാർട്ടി അംഗത്വം പുതുക്കി നൽകിയിരുന്നു. പാർട്ടി സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം AA റഹീമും ജോയ് സാബും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അംഗത്വം പുതുക്കിയത്. അവിടെ നടന്ന റെയ്ഡിലെ സംഘർഷം സഖാക്കളുടെ അതിവൈകാരികത കൊണ്ട് സംഭവിച്ചതാണെന്നും ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ജനക്കൂട്ടത്തെ പിന്തിരിപ്പിക്കാനാണ് താൻ ശ്രമിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു.